ടിക്കറ്റ് ഫിനാലെ ബോണസ് പോയിന്റ് കിട്ടിയത് ഋഷിക്ക്. അഭിഷേകും ജാസ്മിനും അർജുനും കൂടി വിട്ടുകൊടുത്തു. വേറെ ആർക്ക് കിട്ടിക്കഴിഞ്ഞാലും ഓക്കെ ആയിരുന്നു. ഏറ്റവും കൂടുതൽ ഈ ടിക്കറ്റ് ഫിനാലയുടെ ബോണസ് പോയിന്റ് കിട്ടാൻ അർഹതപ്പെട്ടത് അഭിഷേകിനായിരുന്നു. കാരണം 9 ടാസ്കുകളിൽ 5 എണ്ണത്തോളം അടിപൊളിയായിട്ട് കളിച്ച് ജയിക്കാൻ കാരണം തന്നെ അഭിഷേകാണ്. ഏറ്റവും കൂടുതൽ ഫിസിക്കലായിട്ട് ഇവരെ കളിച്ച് ഹെൽപ്പ് ചെയ്തതും അഭിഷേകിനാണ്. അപ്പോൾ പക്ഷേ അഭിഷേകിന് അത് കിട്ടിയില്ല. പോട്ടെ, സഹിക്കാം. തൊട്ട് താഴെ അർജുൻ അത് കിട്ടിയില്ല. അർജുനും അഭിഷേകിന്റെ കൂടെ പിടിച്ചു നിന്ന് ഫിസിക്കൽ ടാസ്ക് കളിച്ച ആളാണ്. അർജുനും കിട്ടിയില്ല. ജാസ്മിനും ഋഷിയും ഒരേ ലെവലിൽ നിന്നാണ് ഫിസിക്കൽ ടാസ്ക് കളിച്ചത്. രണ്ടുപേരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ജാസ്മിന് കിട്ടിക്കഴിഞ്ഞാലും ഋഷിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഫെയർ ആണെന്ന് പറയാനും പറ്റത്തില്ല. അഭിഷേകിന്റെ കേസിൽ എനിക്ക് ഭയങ്കര ഒരു അൺഫെയർ ആയിട്ട് തോന്നി അവിടെയാണ്. കാരണം അഭിഷേക് ചത്ത് കിടന്ന് കളിച്ചത് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ടാസ്കുകളിലൊക്കെ കളിച്ചത്. പക്ഷേ അവസാനം മണ്ണും ചാരി നിന്നോ പെണ്ണും കൊണ്ട് പോയി എന്ന് പറഞ്ഞ കണക്ക് അവസ്ഥയായി. ഋഷി ഒന്നും കളിച്ചില്ലെന്നല്ല, എന്നാൽ ഇവർ 4 പേര്, അഭിഷേക്, ഋഷി, അർജുൻ, ജാസ്മിൻ, ഇവർ 4 പേരിൽ ഏറ്റവും സൂപ്പറായിട്ട് ബോണസ് പോയിന്റ് കളിച്ചത് ആ ടാസ്ക് എല്ലാം കളിച്ച അഭിഷേകാണ്. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള 10ാമത്തെ ടാസ്ക് റദ്ദാക്കുന്നു. കാരണം ഇനി 10ാമത്തെ ടാസ്ക് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ബിഗ് ബോസിനെ അറിയാം, ഇവർക്ക് പോയിന്റ് 21 തൊട്ട് പിറകെ നിൽക്കുന്ന 15 പോയിന്റ് കിട്ടിയ ടണൽ പോലും പോയിന്റ് 3 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് എത്തത്തില്ല അടുത്ത ടാസ്ക് വഴി. അപ്പോൾ 9ാമത്തെ ടാസ്കിൽ തന്നെ ഗെയിം തീരുവാണ്. നേരെ എന്ത് ചെയ്യുന്നു, ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരെ 4 പേരെയും വിളിക്കുന്നു. കസേര ഇട്ടിട്ടുണ്ട്, അവിടെ ഇരിക്കാൻ പറയുന്നു. അപ്പം ടിക്കറ്റ് ടു ഫിനാലയുടെ സ്കോർ ബോർഡ് വരുമ്പോൾ തന്നെ ബാക്കിയുള്ളവരെക്കാൾ 1 പടി മുകളിൽ നിങ്ങളായിരിക്കും എന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് ടിക്കറ്റ് ഫിനാലെ 10 ദിവസം മുന്നേ തുടങ്ങിയപ്പോൾ പറഞ്ഞോ, 1 പോയിന്റ്, ഒരേ ഒരു പോയിന്റിന് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് കളിക്കുന്നതെന്ന്. അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് പറഞ്ഞത്, 1 പടി നിങ്ങൾ മുകളിൽ. 1 പടി മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പോയിന്റാണ്. എനിക്കതിൽ നിന്ന് മനസ്സിലായത് തമിഴ് ബിഗ് ബോസിൽ സെയിം ആയിരുന്നു, 1 പോയിന്റാണ് കിട്ടിയത്. അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും മലയാളം ബിഗ് ബോസിൽ. അപ്പം ഇവരുടെ അടുത്ത് 4 പേരെടുത്തും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്ത് നിശ്ചിത സമയത്തിനകത്ത് ഒരാൾ ആവാൻ പറയുവാണ്. ആദ്യം എല്ലാവർക്കും വേണമെന്നുള്ള തീരുമാനമാണ്. പിന്നെ പയ്യെ ആർക്ക് കോൺഫിഡൻസ് ഉണ്ട്, കോൺഫിഡൻസ് ഉള്ള ആൾക്ക് വേണ്ടല്ലോ. പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ടിക്കറ്റ് ഫിനാലെ ജയിക്കാൻ പറ്റുമെന്നുള്ള ആരുണ്ട് അവർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ജയിക്കില്ല എന്ന് ഉറപ്പുള്ള ആൾക്ക് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ജാസ്മിൻ, നിങ്ങൾ 3 പേരെ മല്ലന്മാരല്ലേ, എന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ, എനിക്കിതാ. അങ്ങനെ കുറേ പൊള്ളവാദങ്ങളും എല്ലാത്തിൻ്റെ അവസാനം എല്ലാവരും ഋഷിക്ക് കൊടുക്കാം എന്ന് 3 പേരും പറയുന്നു. ജാസ്മിനും അർജുനും അഭിഷേകും പറഞ്ഞ് അങ്ങനെ ഋഷിക്കാണ് ബോണസ് പോയിന്റ് കിട്ടുന്നത് ടിക്കറ്റ് ഫിനാലേക്കുള്ള. പക്ഷേ നിങ്ങൾ ഇതൊന്ന് കേൾക്കണം. ടാസ്ക് 1 പതപ്പിക്കൽ, സോപ്പ് പതപ്പിക്കലിന് മത്സരിച്ചത് അഭിഷേകാണ്. അഭിഷേക് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് അത് ജയിച്ചത്. അഭിഷേകും അർജുനുമാണെന്ന് തോന്നുന്നു അതിനകത്ത് ഫസ്റ്റ് ടാസ്കിൽ മത്സരിച്ചത്. അപ്പോൾ അതിനകത്ത് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടത് അഭിഷേകാണ്. അവർക്ക് 2 പോയിന്റ് കിട്ടി, ഇങ്ങനെ സിപ്പിലൊക്കെ ഒരച്ചൊരച്ച്. അടുത്ത് 2ാമത്തെ വെളുപ്പിക്കൽ ടാസ്കിൽ ഋഷി ജഡ്ജായിരുന്നു, ഓർമ്മയുണ്ടോ? അഭിഷേകും ജാസ്മിനും അർജുനും ഒരുപോലെ കളിച്ചു. അഭിഷേക് പൈപ്പൊക്കെ പൊട്ടിച്ച് അത്ര ഓടി ഫാസ്റ്റിൽ പോയി പണിയെടുത്തതാണ്. 3ാമത്തെ തലയണ മേക്കിംഗ് ടാസ്കിൽ ജാസ്മിനും അർജുനുമാണ് കളിച്ചത്. അവർക്ക് 3 പോയിന്റ് കിട്ടി. 4ാമത്തെ മുട്ട കൊണ്ടുപോയിട്ടിരുന്ന ടാസ്കിൽ എല്ലാവരും തോറ്റു, പറ്റുന്നില്ല. അടുത്ത 5ാമത്തെ ടാസ്ക് ലെറ്റർ, കാണാതെ ലെറ്റർ പഠിച്ചു വെക്കുക. അത് എല്ലാവരും ലെറ്റർ പഠിച്ചു, സൂപ്പറായിട്ട് എല്ലാവരും ചെയ്തു. അവർക്ക് 3 പോയിന്റ് കിട്ടി. 6ാമത്തെ ബോൾ മുതുകിൽ ഇങ്ങനെ വെച്ച് 2 പേരുടെ തള്ളി തുണി മടക്കുന്ന ടാസ്ക് അർജുനും ജാസ്മിനും ആയിരുന്നു. അവർ സൂപ്പറായിട്ട് പെർഫോം ചെയ്ത് അവർക്ക് 3 പോയിന്റ് കിട്ടി. അടുത്ത് ഇന്നലെ നടന്ന കട്ടപ്പ ടാസ്ക് അഭിഷേകും അർജുനും കൂടിയാണ് കഷ്ടപ്പെട്ട് കുറേ സാധനങ്ങൾ, എല്ലാവരെക്കാളും നല്ല ലീഡിലാണ് അവർ സാധനങ്ങൾ എത്തിച്ചത്. 3 പോയിന്റ് കിട്ടി. ഇന്നലെ ഉള്ള ഊതുന്ന ടാസ്കിൽ അഭിഷേകും അർജുനും കൂടെ കഷ്ടപ്പെട്ട് അവർക്ക് 3 പോയിന്റ് കിട്ടി. ആ ഊതി പേപ്പർ പറത്തുന്നതിൽ. ഇന്ന് നടന്ന ആ സ്റ്റിക്കറിൻ്റെ ടാസ്കിൽ ജാസ്മിൻ കിടന്ന് ബുദ്ധിപരമായി കളിച്ചു, ജാസ്മിനും 2 പോയിന്റ് കിട്ടി. അഭിഷേകും അർജുനുമാണ് ഏറ്റവും കൂടുതൽ ഡിസർവിങ് ഈ ബോണസ് പോയിന്റ് ടാസ്ക് കിട്ടാൻ. അർജുൻ കളിച്ചില്ലേ, മിണ്ടാതിരിക്കുന്നോ, വാ തുറക്കുന്നില്ലേ, ഒന്നും മാറ്റർ അല്ല, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ബട്ട് ഭയങ്കരമായിട്ട് അഭിഷേകും അർജുനുമാണ് ഈ ബോണസ് പോയിന്റിനെ ഡിസർവ് ചെയ്യുന്നത്. ഋഷിയാണ് ഏറ്റവും കുറച്ച് ഈ ബോണസ് പോയിന്റ് കിട്ടാൻ ഡിസർവ് ചെയ്യുന്നത്. ജാസ്മിൻ ഒരു മിഡിലിൽ. ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് അഭിഷേകാണ്. അഭിഷേക് ഭയങ്കരമായിട്ട് എല്ലാ ടാസ്കുകളും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനം ഇവർക്ക് ആർക്കും അത് കൊടുക്കാനുള്ള ഒരു മൈൻഡ് വന്നില്ല. എനിക്ക് തോന്നുന്നു നേരത്തെ ഒരു അടിയായിരുന്നത് കൊണ്ട് എല്ലാവരും കൊണ്ട് തിരിഞ്ഞു. ഋഷി മാത്രമേ അഭിഷേകിൻ്റെ കൂടെ ഉള്ളൂ. അർജുനും കൊണ്ട് മലന്ന് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പം
അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ ഒരു ഏകകണ്ഠമായ ഒരു തീരുമാനത്തിലേക്കാണ് വന്നത്, ഭൂരിപക്ഷത്തിലേക്കല്ല, ഏകകണ്ഠമായ ഒരു തീരുമാനം എടുത്തു. അപ്പോൾ എനിക്ക് ഇത്തിരി ഒരു അൺഫെയർ ആയിട്ട് തോന്നി. പിന്നെ ബിഗ് ബോസിന് ഇടപെടാൻ പറ്റത്തില്ല, അവരാണ് പറയാനുള്ളത്. അപ്പോൾ ലൈവിൽ ഇപ്പോൾ ഇതാണ് നടന്നിരിക്കുന്നത്. ഋഷിക്കാണ് കിട്ടിയിരിക്കുന്നത്. എത്ര പോയിന്റ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഒരു പടി മുകളിൽ, അത്രമാത്രം. ഇതാണ് നടന്നത് ലൈവിൽ. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.